ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ മോനുമായിട്ട് ഞാൻ പതിവ് പോലെ ഫുഡൊക്കെ കൊടുത്തു. ദേ എല്ലാം മുഖമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് ദേ വന്ന് കിടക്കുന്നു. വീഡിയോ എടുക്കാൻ തയ്യാറായി വന്ന് കിടക്കുന്നതാണ് കേട്ടോ ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈലിൽ കൊണ്ടുവന്നതും ദേ അവൻ തയ്യാറായി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ദേ തുടച്ചിട്ടൊക്കെ കൊണ്ടുവന്നു. പൗഡർ ഇടാൻ പോകുന്നു. ബായോ, പൗഡർ ഇട്ട് തരാമേ. ബായോ, ഇവിടെ വായോ. ആ ബാ, ഗുഡ് ബോയ്. ഇവിടെ വാ, മമ്മിക്ക് കയ്യെത്തുന്നില്ല, നീട്ടി വാ. ആ, കയ്യെത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീണ്ടു വന്നു. കണ്ടോ, ഈ കയ്യെത്തുന്നില്ല, പിന്നെ എത്തുന്നില്ല. ഇവിടെ വാ, ഇവിടെ വന്നാലും മമ്മിക്ക് കയ്യെത്തുള്ളൂ. ഓ ഓ ആ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ കണ്ടോ ഗൈസ്, കയ്യെത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വന്ന് നീ അടുത്ത് വന്ന് കിടന്നത് കണ്ടോ. അപ്പോൾ അവന് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഡെയിലി അതെനിക്ക് വേണം കേട്ടോ. അല്ല, പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അവന് എപ്പോഴും നല്ല സ്മെല്ല് വരണം. അല്ലെങ്കിൽ ഇവിടെ ചേച്ചിയും ചേട്ടനൊക്കെ വഴക്ക് പറയും. എപ്പോഴും അവന് ചോദിക്കും, മമ്മി ഞാൻ എന്തിനെങ്ങനെ കാശ് മുടക്കി ഇതൊക്കെ മേടിച്ച് വെച്ചേക്കണേ, അവനിടാനല്ലേ, കൊച്ചിന് ഇട്ട് കൊടുക്ക്. കൊച്ചിന്, എൻ്റെ മോള് കൊച്ചെന്നേ പറയുള്ളൂ കേട്ടോ. എൻ്റെ മോള് ഇവനെ എപ്പോഴും പറയുന്ന സ്കൂന്ന് വിളിക്കുന്നില്ല, കൊച്ചു എന്ന് പറയുള്ളൂ. കൊച്ചെവിടെ മമ്മി, ഓഫീസിൽ നിന്ന് വന്ന് കൊച്ചെവിടെ എന്നേ ചോദിക്കുള്ളൂ കേട്ടോ. കാതിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. വെരി ഗുഡ്, ഗുഡ് ബോയ്. അപ്പോൾ ഇപ്പം തന്നെ ദീപക്ക് വരും. ദീപക്ക് ഇന്നലെ വന്നില്ലല്ലോ, അപ്പോൾ ഇന്ന് വരും കേട്ടോ. അപ്പോൾ ദീപക്കിൻ്റെ കൂടെ കാണിക്കുന്ന കോമാളിത്തരങ്ങളും വേലത്തരവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര വേലത്തരങ്ങളാണ്. ദീപക്ക് വരുമ്പോൾ അങ്ങോട്ട് സ്നേഹിച്ച് ഇരുന്ന് കണ്ടിട്ടില്ലേ വന്നു കേട്ടോ ഗൈസ്. ദീപക്ക് വന്നു, അതായി നോക്കിയത്. ദീപക്കിന് നമ്മൾ ചാവി കൊടുത്തു. ആ കുഞ്ഞു പപ്പി അവിടെ ഇരിപ്പുണ്ട്. അവന് ചോറ് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവൻ അവിടെ ഇരിക്കുന്ന ഇത് കണ്ടില്ലേ. ആ, ദീപക്കിൻ്റെ പിറകെ വന്നതാ അവൻ. ദീപക്ക് വന്നു, ആ കാട് പോഷിച്ചേ. ദീപക്ക് വന്നാ അച്ഛോ ദീപക്ക് വന്നെ ഇങ്ങനെ തലയൊക്കെ ആട്ടി എന്നോട്. ദേ സന്തോഷം വന്നു, സന്തോഷം. അതെ, അതാണ് ഈ ഓരക്കുന്നത്. ഓ, കാല് വന്നു അവിടെ ഇരിപ്പുണ്ട്, ചോറൊക്കെ ഉണ്ട്. ഓ, ഖവാ ഹോക്കെ ചലി ഗയിച്ചേ. ആ, അബാർ ആഴ്ച തുമാരപ്പിച്ചേ. ആ, ദീപക്ക് വന്നു, അവൻ്റെ പിറകെ നടക്കുന്ന കേട്ടോ. ദീപക്കിന് നാട്ടിൽ വരണേ. അപ്പം നാട്ടിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം. കൊണ്ടുപോയാൽ 10 ദിവസം, അവന് 10 ദിവസമേ അവധി കിട്ടുള്ളൂ. ഇവിടെയൊക്കെ 10 ദിവസം കൊടുക്കും കേട്ടോ അവധി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നീ മോൻ്റെ അല്ലെ മോളുടെ കല്യാണം ആകട്ടെ, നിന്നെ കൊണ്ട് പൊക്കോളാം. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചൊക്കെ കെട്ടണം, കല്യാണം ആവുമ്പം കേട്ടോ, അവിടെ വെച്ച് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരാഗ്രഹമുണ്ട്. കാരണം അവിടെ എല്ലാ ആൾക്കാരൊക്കെ കിടക്കുന്നത്, ഹസ്ബൻഡിൻ്റെയും എൻ്റെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും വരാൻ എളുപ്പം അവിടെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇവനെ വന്നാൽ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ വീട് കാണണം, എൻ്റെ സ്വന്തം വീട് കാണണം, എല്ലാവരുടെയും വീട് കാണണം, കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു പാവം പയ്യൻ, ഭയങ്കര വിശ്വാസം. നമുക്ക് അതാണല്ലോ, പണിയിലല്ല. നമുക്ക് നാട്ടിൽ വന്നാൽ ഇവിടെ നിർത്തിയിട്ട് വരാൻ വിശ്വാസമുള്ള ഒരാളെ കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് അവനിലുണ്ട്. ഇപ്പോൾ ഈ CBI ഓഫീസറുടെയൊക്കെ വീട്ടിൽ അവരില്ലെങ്കിൽ അവിടുത്തെ താക്കോൽ കൂട്ടം ഇവൻ്റെ കയ്യിലായിരിക്കുന്നത്. ഇവൻ തുറന്ന് എല്ലാം ചെയ്ത് അവിടെ കിടക്കുകയും ചെയ്യില്ല. അപ്പം അത്ര വിശ്വാസമാണ്. പിന്നെ ഞങ്ങളുടെ ഇലാക്കയിലുള്ളതാണ്, ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്നാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള പേടിയൊന്നുമില്ല. ഞാൻ 2-3 പേരെ വച്ചു കേട്ടോ. പക്ഷേ എല്ലാം കള്ളത്തരവും. നമ്മൾ നാട്ടിൽ പോയി കഴിയുമ്പോൾ വേണ്ടാത്ത പ്രവൃത്തികളും, പിന്നെ നമ്മളിവിടെ ആണുങ്ങളെ നിർത്തിയിട്ട് പോയിരുന്നാലും അത് ശരിയാവില്ല. കാരണം വരുന്ന പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്ന പണിക്കാരത്തികളായിരിക്കും. എന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് പറഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ വിട്ടു. അപ്പോൾ ഇവനെ പിന്നെ മോനും ഞങ്ങളൊക്കെ പറഞ്ഞാണ് ഇവനെ പിന്നെ കൊണ്ടുവന്നത്. ഭയങ്കര സഹായിയാണ് ഇവൻ. എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും ദീപക്ക്. ഇങ്ങനെ പറയണൊക്കെ കേട്ട് കാലുമേതേ കയ്യിൽ തലയൊക്കെ വെച്ച് ഇങ്ങനെ ദീപക്ക് ജോലി ചെയ്യുന്നു നോക്കിയിരിക്കുന്ന കേട്ടോ. ആ റൂമിലേക്ക് പോകുന്നു കണ്ടോ. പിന്നെ ദീപക്കിൻ്റെ പറ നടന്നോളൂ. അവന് ഭയങ്കര ഇഷ്ടമാണ് ദീപക്ക് ഇങ്ങനെ പണി ചെയ്യുന്നത് കാണാൻ. എന്തിനാണെന്നറിയുമ്പോൾ വല്ല ബോളൊക്കെ ഉണ്ടോ, ബോൾ എടുക്കുന്നോ എന്നൊക്കെ നോക്കാനാ. എന്നിട്ട് അവിടെ കയറി
കയറി അവിടെ ഇരിപ്പുണ്ട്. അവിടെ ചേച്ചി കിടക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. എന്തെടുക്കുന്നു അവിടെ? ദേ ഇവിടെ ദീപക്കുണ്ട്, ഇവിടെ ദീപക്കുണ്ട്. ദീപക്ക് ഇങ്ങോട്ട് വരും. ഇവിടെ വാ നനഞ്ഞിരിക്കുന്നു അവിടെ നനഞ്ഞിരിക്കുന്നു പൊന്നാ. അവിടെ പോകരുത്. അവിടെ ഓണം കെട്ട് ഇവിടെ കയറിക്കോ. ഇവിടെ കയറി. ദീപക്കിനോട് ചോദിച്ചു ഇന്നലെ ഡോക്ടർ എന്ത് പറഞ്ഞ് എന്നൊക്കെ. ദീപക്കിന് നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ, ഇല്ലേ മമ്മിക്ക് പണിയാവും അത്. എന്നിട്ട് ഇല്ല ഗൈസ്, അവന് നല്ല ആരോഗ്യവും ആയുസ്സൊക്കെ കൊടുക്കട്ടെ. അവന് 2 മാസം വരാതിരുന്നപ്പോൾ എന്താണെന്നറിയാമോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ. കാരണം നമുക്ക് താഴത്തെ ഫ്ലാറ്റും ഒക്കെ അടിക്കണം, തുടക്കണം. താഴത്തെ ഫ്ലാറ്റ് ഞാനാണ് അടിച്ച് തുടക്കുന്നത് കേട്ടോ, അവനല്ല. അവനതിനുള്ള സമയവും ഇല്ല. അവന് 3-4 വീടുകളില്ലേ. എത്ര ബോളാണ് പൊന്നു, എത്ര ബോളാണത് നോക്കി. പൊന്നിൻ്റെ ബോളൊക്കെ നോക്കിയടാ. ഒരെണ്ണം എടുത്തോണ്ട് വന്നേ, മമ്മിക്ക് എടുത്തോണ്ട് വന്നേ. മമ്മിക്ക് എടുത്തോണ്ട് വന്നേ. ആ പച്ച ബോൾ, ഗ്രീൻ ബോൾ എടുത്തോ. ഗ്രീൻ എവിടെ? ഗ്രീൻ ബോൾ എന്തേ പൊന്നിൻ്റെ? ഗ്രീൻ ബോൾ എന്തേ? ഇതാണ് ഗ്രീൻ ബോൾ. ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. ദേ ഗ്രീൻ എവിടെ? ഇതാണ് ഗ്രീൻ. പച്ചടു നമ്മുടെ പച്ചടു അമ്മടി പച്ചടി അമ്മടി പൊച്ചു അമ്മടി പൊച്ചു മമ്മ പൊച്ചു മമ്മ പൊച്ചു അമ്മ പൊച്ചു ഒരു ഉമ്മൻ തന്നെ. അമ്മ പൊച്ചു മമ്മ പൊച്ചു മമ്മ പൊച്ചു. സ്നേഹിക്കുന്നുണ്ടോ പൊന്നിനെ? ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ ദീപക്ക് ഒരുപാട് സ്നേഹിക്കുന്നില്ലേ പൊന്നിനെ? പൊന്നിനെ സ്നേഹിക്കുന്നില്ലേ? ഇന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പൊന്നിന്. എന്താണെന്ന് അറിയില്ല, 2 പ്രാവശ്യം തുപ്പി. പിന്നെ മമ്മി പിന്നെയും വാരി കൊടുത്തപ്പോൾ കഴിച്ചു. ഇപ്പോൾ കൈയുടെയൊക്കെ പോയി കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, എല്ലാം പോയി. നല്ല മോനല്ലേ മമ്മിയുടെ. ഇങ്ങനെ ഇവൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇടക്കിടയ്ക്ക് ഈ കണ്ണൊക്കെ ഇങ്ങനെ ഒരു കണ്ണൊക്കെ ഇങ്ങനെ പൊക്കും. ഒരു കണ്ണ് നമ്മുടെ റോക്കിയില്ലേ, WWF പണ്ടുണ്ടായിരുന്ന റോക്കി ജോൺസൺ, റോക്ക് ബോട്ടം കൊടുക്കുമ്പോൾ കണ്ണിങ്ങനെ മുകളിലേക്കൊക്കെ വരുമല്ലോ. റോക്ക് ബോട്ടം കൊടുക്കുമ്പോഴേ ഒരു കണ്ണൊക്കെ ഇങ്ങനെ ഒരു പിരികൊക്കെ മുകളിലേക്ക് വരും. അതുപോലെയൊക്കെ ഇവൻ കാണിക്കും. നമ്മുടെ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷനിൽ അങ്ങനെയൊക്കെ കാണിക്കും. അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് റോക്കിയുടെ കണ്ണ് പോകുന്ന കണ്ടോ, ഈ പിരികൊക്കെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് കാണിക്കും. ഇപ്പം റോക്കി ഇല്ല കേട്ടോ, WWFലൊന്നും. ഇപ്പം സിനിമയിലേക്കല്ലേ പുള്ളി, സിനിമയിലേക്ക് പോയില്ലേ നമ്മുടെ റോക്ക് ബോട്ടമൊക്കെ കൊടുക്കുന്നത്. റോക്കിയുടെ റോക്ക് ബോട്ടം പിന്നെ സ്റ്റോൺ കോൾഡ് ശ്രീവാസ്തവൻ്റെ ചോക്സല, മൈക്കിളിൻ്റെ ഷോൺ മൈക്കിളിൻ്റെ ലെഗ് കിക്കൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? अयो दीपक हाय दे तुमको हाय दे दो दीपक को हाय दे दो. बस मामी को दे दो हाय, മമ്മി को दे दो. മോനെ ദേ ഇങ്ങോട്ട് നോക്ക്. മോനെ കാണുന്ന ഫാൻസിനൊക്കെ കൊടുക്ക ഒരു ഹായ്. ഓഹോ കിടന്നും കൊണ്ടായിരുന്നു. അത്ര ആലസ്യാണോ നിനക്ക്? മോൻ്റെ ഫാൻസിനൊക്കെ കൊടുത്തേ ഒരു ഹായ്. ബാബാ സ്കൂബ്. ഓ ദീപക്കു ഹായ് ദേവത്തു. എൻ്റെ മോനെ ദീപക്കിനെ വിടുന്നില്ല. ഉമ്മ കണ്ടോ, ദീപക്കിനെ ഇന്ന് വിടുന്നേ ഇല്ല ഉമ്മ കണ്ടോ കള്ളക്കുട്ടൻ. ഞാൻ ചോദിച്ചിട്ട് തരാതെ ആ വാശിയിൽ ദീപക്കിന് പോയി ഉമ്മവും കൊടുത്ത് ഹായും കൊടുത്തു. കണ്ടോ ഓ പിന്നെ പോകുന്ന ദീപക്കിൻ്റെ അടുത്ത് ഉമ്മ കൊടുക്കാൻ. പാവം അവനും നടുവേനൊക്കെയാണ് ബെൽറ്റൊക്കെ കെട്ടി കഷ്ടം കേട്ടോ. ഞങ്ങൾ ഒരുപാട് സഹായിക്കും കേട്ടോ അവനെ, പാവം. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ഇരുന്നും കൊണ്ട് അടിക്കുള്ളൂ, ഇരുന്നുകൊണ്ടേ അടിക്കത്തുള്ളൂ കേട്ടോ. അത് എല്ലാവരും ഇവിടെ വന്ന പെണ്ണുങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. പാവമാണ് കേട്ടോ. നമ്മളൊക്കെ ഇവർ ഒരു ദിവസം ഇല്ലെങ്കിൽ നമ്മുടെ നട്ടല് പോയി. എൻ്റെ 2 മാസം കൊണ്ട് എൻ്റെ നടുവ് പോയി കേട്ടോ.
അതിൻ്റെ വില അറിയണമെങ്കിൽ ഇവർ 2 ദിവസം വരാതിരിക്കുമ്പോഴാണ് പാവം. അവനെപ്പോഴും ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ എന്ന് പറയും. ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ചേച്ചിയെ കണ്ടു, ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടോ. പാവം വന്ന ഉടനെ നമ്മൾ പൈസയൊക്കെ കൊടുത്തു സഹായിച്ചു അവനെ. അതുകൊണ്ട് അവൻ പിന്നെയും വരുന്നത്. ഇപ്പം നാട്ടിൽ അവനെ കൊണ്ടുപോകണം, വരട്ടെ. എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴോ മക്കളുടെയൊക്കെ കല്യാണം വരുമ്പോഴോ അവനെ കൊണ്ടുപോകാം. പാവം നല്ലവണ്ണം ഫുഡൊക്കെ വെക്കും കേട്ടോ, ബംഗാളി ഫുഡൊക്കെ. ഇപ്പം എനിക്ക് ഡെങ്കു ഒക്കെ വന്നപ്പോൾ ഇങ്ങനെ കിച്ചടി വെച്ചതും റൊട്ടി ഉണ്ടാക്കിയതും ഒക്കെ കേട്ടോ. അങ്ങനെ ഒരു സഹായം കൂടെ ഉണ്ട്. അതേക്കോ ഹായ് തേച്ച് കണ്ടോ, ഹായ് കൊടുത്തത് കണ്ടോ. ഒരു ഉമ്മാൻ കൊടുത്തേ, ദീപക്കിന് ഒരു ഉമ്മാൻ കൊടുത്തേ പൊന്നു. ഓ എൻ്റെ പൊന്നു, ഓ മതി 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 മതി. ഓ ഉമ്മാൻ കൊടുത്താൽ പിന്നെ നോക്കണ്ട, മെഗാ സീരിയൽ പോലെ കൊടുക്കണ്ട. മതി 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 മതിയടാ മതി. കള്ളൻ മാമിക്കൊരു ഹായ് തന്നേ, മാമിക്കൊരു ഹായ് തന്നേ. മമ്മിക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത്. ബോഷോ ഇനി അവനെ വിട്ടൊക്കെ പാവല്ലേ, പാവല്ലേ വീട്ടാമോ. കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടി വിളിക്കുന്ന ഹാറ്റൊക്കെ എരാമിനാം ഡാക്ചേ. കൊഞ്ചനുണ്ടോ. ഓ അമ്മി മിണ്ടൂല. അമ്മി ഹൈ ചോദിച്ചിട്ട് മമ്മിക്ക് ഹൈ തന്നാ. നീ ആ വാശിയിൽ ദീപക്കിന് കൊണ്ടൊന്നും കൊടുത്തില്ലേ. അമ്മ മിണ്ടത്തില്ലടാ കള്ളക്കുട്ട. മമ്മി മിണ്ടത്തില്ല. വൃഷ്ടി പൊടിച്ചേ പറ മെഗ്ഡാച്ചി തോ. പിന്നെയും പോകുന്ന കേട്ടോ, അവൻ്റെ പിറകെ പോകുന്ന കേട്ടോ. ഇങ്ങനെ അവൻ്റെ പിറകെ നടക്കും കേട്ടോ. അതെ കറുത്തിരണ്ടിരിക്കുന്ന കേട്ടോ. ചലോ അവനിവിടെയൊക്കെ തുടക്കും കേട്ടോ, ജനലിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തുടക്കേ. नहीं तो ओ लोग का बच्चा लोग को देखती मैंने की आवाज दीची कहनु पोरे. ഓ വിരാട് അവൻ വെറുതെ കുറക്കൂല കേട്ടോ. അവിടെ ഒരു പൂച്ച ദേക്കോനാ ഊപ്പറത്തൊക്കെ സന്ദീപ് കാശ് കാ ഊപ്പർ ദേക്കോ വിരാട്. ഓ അതാണ് അവൻ കുറച്ചത് കേട്ടോ. കണ്ടോ, ഒരു പൂച്ചയെ കണ്ടിട്ട് അവൻ കുറച്ച് കേട്ടോ. ഓടി നോക്കൂ കണ്ടോ. ഇപ്പം ഞാൻ വീഡിയോ കൊണ്ട് ഓടേണ്ട ഗതികേട് വന്നിരിക്കാം. കണ്ടോ ഉടനെ ഇങ്ങോട്ടോടനെ എവിടെ ദീ ഓടുന്നു. കണ്ടോ, ഒരു പൂച്ചയെ കണ്ടതാണത്. കണ്ടോ ചലി ഗയിച്ചേ തുമ്മി ആയി ചലി ഗയിച്ചേ. കണ്ടോ തല അങ്ങോട്ട് പുറത്തേക്കിട്ട് നോക്കുന്ന കണ്ടല്ലോ. ഇതൊക്കെയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കഥ കടഞ്ഞതാണ് ദേ ഓടുന്നു കണ്ടോ. അപ്പം ഞാനിവൻ്റെ പിറകെ ഓടണം, അതാണ്. എന്ത് പൊന്നോ, അത് കാറ്റത്ത് അടഞ്ഞു പോയതാ. അവനെവിടെ ഷൂ എവിടെ പൊന്നോ. ഈ ഓടുന്ന ഓട്ട ആ പൂച്ചയെ കാണാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഓക്കേ, എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.